ഹായ് മച്ചാമരെ, ഇത് ആഫ്രിക്കയിലോ കർണാടകയിലോ ഇംഗ്ലണ്ടിലോ ഒന്നല്ല, നമ്മളെ ആലപ്പുഴ ബിവറേജിൽ നടന്നൊരു സംഭവമാണ്. സാധാരണപ്പെട്ട ഒരു വയസ്സായ ഒരു അച്ഛന്റെ പ്രായമുള്ള ഒരു പിതാവിനെ എടുത്തിട്ട് അടിക്കുന്ന ദൃശ്യമാണ് ഇതിൽ കാണുന്ന ഈ വീഡിയോ. ഇത് ഞങ്ങളുടെ VD സതീശൻ സാറിന് വേണ്ടിയാണ് ഈ വീഡിയോ. അതുതന്നെ നമ്മളെ ചെന്നിത്തല സാറിനും. സാറേ, നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ഇവറേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ സാധാരണപ്പെട്ടവനെ വയസ്സായവരെ ഇടിച്ച് കൊല്ലാൻ വേണ്ടിയാണോ അതോ ബിസിനസിന് വേണ്ടിയാണോ? ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. കാര്യം വെച്ചാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഗുണ്ടായുസം കൂടി വരികയാണ്. സാധാരണപ്പെട്ടവനെ ഇവറേജിൽ പോയി ഒരു മദ്യം വാങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയ്ക്കായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം. ഇത് കണ്ടിട്ട് നിസ്സാരം പോലെ എടുക്കല്ലേ സാറേ. കാരണം ഒരുപാട് പേര് ഈ കഞ്ചാവ് ലഹരിയിൽ അടിച്ച് ഈ പയ്യന്മാർ ഇവറേജിൽ വന്നിട്ട് സാധാരണപ്പെട്ട വയസ്സായ മാമന്മാർ ഒരു ക്വാർട്ടർ എടുക്കാനോ ഒരു പൈൻ്റ് എടുക്കാനോ അന്നന്ന് കൊട്ടി ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു ക്വാർട്ടർ എടുക്കാനോ ശരീരവേദനയൊക്കെ മാറാൻ വേണ്ടി ഒരു ക്വാർട്ടർ എടുക്കാനോ പറക്കാനൊക്കെയാണ് ഇവർ പോയി അടിക്കാൻ വേണ്ടി പോണം. അപ്പൊ കുറെ കഞ്ചാവടി പയ്യന്മാരും കുറെ ലഹരി ഉൾപ്പെടുത്തി എമ്മാർക്ക് വന്ന് നിന്നിട്ട് എമ്മാർ ഒരു 150 160 കൊണ്ടുവരും. എന്നിട്ട് സാധാരണപ്പെട്ടവന്റെ അടുത്ത് ഇവർ 20 രൂപ ഒരു 30 രൂപ എന്ന് പറഞ്ഞ ഇവര് കേട്ട് കൊടുത്തില്ലെങ്കിൽ ഈ ഇതേപോലെ പാവങ്ങളെ എടുത്തിട്ട് അടിക്കേക്കാണ് ഈ സ്ഥിരം പരിപാടി നടന്നുകൊണ്ട് വരുന്നത് ഈ ആലപ്പുഴയിൽ. ഈ ആലപ്പുഴ ബിവറേജ് എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരം ഇതാണ് അവിടെ നടന്നു വരുന്നത്. എന്ത് തോന്നിയ സാധനം നിങ്ങൾ എന്തിനാണ് സാറേ നിങ്ങൾ ഇതേപോലെ ഒരു സ്ഥാപനം തുറന്നു വെച്ചിട്ട് സാധനം വാങ്ങിക്കാൻ വരുന്നവർക്ക് ഒരു പൊട്ടൻഷ്യൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇത് എന്ത് കേരളമാണ് സാറേ? അല്ലെങ്കിൽ മദ്യം അങ്ങ് നിർത്തലാക്കൂ. ഈ വയസ്സായവരെ നെഞ്ചത്ത് ഓർത്താണ് ഈ നായിന്റെ മക്കള് കയറുന്നത്. സാർ കാണുന്നില്ലേ ഈ വീഡിയോയിൽ? ഇത് സർക്കാർ സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, അല്ല ബ്ലാക്കിൽ നിന്നൊന്നും പോയി എടുക്കുന്ന സാധനമൊന്നും അല്ല. അപ്പൊ ഇത്രയ്ക്കും ഒരു സേഫ്റ്റി ഇല്ല. നിങ്ങൾ കാണുന്നിടത്തല്ല യുവറേജുകളും തുറന്നു വെച്ചിട്ട് സാധാരണപ്പെട്ടവർ ഒരു ക്വാർട്ടർ എടുക്കാനോ ഒരു പൈൻ്റ് എടുക്കാനോ പോയി കഴിഞ്ഞാൽ അവിടെ ഗുണ്ടാവിളയാട്ടം. അമ്മമാര് വന്നിട്ട് 10-20 രൂപ ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ ഇതേപോലെ പാവപ്പെട്ട വയസ്സായ അമ്മമാരെ എടുത്തിട്ട് ദേവോത്തരം ചെയ്യും, പട്ടി അടിക്കും പോലെയാണ് അടിക്കണം മച്ചാന്മാരെ. ഇതിനൊരു നടപടി ഉണ്ടാവണം. മാക്സിമം ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇന്ന് ആ മാമന് പറ്റി, നാളെ മറ്റൊരാൾക്ക് പറ്റില്ലെന്ന് എന്താ? അപ്പം നിങ്ങൾ പറയും ഈ അങ്ങേർക്ക് വയസ്സാം കാലത്തിൽ മിണ്ടായിരുന്നൂടിയെന്ന്. എന്തിന് കണ്ട ബിവറേജിലൊക്കെ പോയി തള്ളണമെന്ന്? എല്ലാവരും കൂടിയ സാധനം എടുക്കണുള്ളവരും മറ്റേ വലിയ വലിയ സ്ഥലത്തും ഇതൊക്കെ സാധാരണപ്പെട്ടവരാണ്. അന്നന്ന് കൂലി വേല ചെയ്ത് കൊട്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കട്ടിപ്പണിയൊക്കെ ചെയ്യുമ്പോൾ വയസ്സായവരല്ലേ ഒരു ക്വാർട്ടർ അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ശരീരത്തുള്ള ഒരു ക്ഷീണം മാറാൻ വേണ്ടിയാണ് ഒരു ക്വാർട്ടർ പോയി അടിക്കാൻ പോണം. അപ്പൊ അവിടെ ഗുണ്ടാവിളയാട്ടം. ഈ നായിന്റെ മക്കളെ പേരിൽ കർശന നടപടി എടുക്കണം. അവിടെ സ്ഥിരം ഇതാണ് നടന്നു വരുന്നത്. മച്ചാമാരെ, ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ ചെന്നിത്തല സാർ കാണണമെങ്കിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. സാധാരണപ്പെട്ടവന് ഇപ്പൊ ബിവറേജിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കാനാണ് നമ്മുടെ കേരളം. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാനാണ്, ഇത് പ്രൈവറ്റ് ഒന്നും അല്ല. നിങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ബിവറേജ്. അവിടെ സാധാരണപ്പെട്ടവന് ഒരു മദ്യം ഒരു ക്വാർട്ടർ ഒരു പൈൻ്റ് എടുക്കാൻ പോയാൽ അവരെയൊക്കെ പട്ടി അടിക്കും പോലെയാണ് അടിക്കുന്നത്. ഈ ഗുണ്ടായുസ അവസാനിപ്പിക്കണം. ഇതിന് തീരുമാനം നടപടി കൊണ്ടുപോകണം. ഇത് കേരളം തന്നെയുടെ ഇന്ത്യയുടെ ഇവിടെയൊക്കെ നടക്കുന്നത്.